ഇന്ന് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് +1 എക്കണോമിക്സിലെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എക്സാമിന് നിരന്തരം ചോദിക്കുന്നതാണ്. നമുക്കറിയാം പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. നമ്മുടെ ദേവദത്തൻ കൃത്യമായി ആ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളുക, എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. മറന്നു പോകരുത്. ഇത് പഠിക്കാതെ തന്നെ ആരും പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ഒന്നാമത്തത് നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. സ്വയം തൊഴിലായിട്ട് നമ്മുടെ സർക്കാർ 1991 ശേഷം നടന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. അതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യമൊക്കെ വളരെ രൂക്ഷമായിക്കൊണ്ടിരുന്ന സമയത്താണ് 91 ശേഷമുള്ള മുഴുവൻ പ്രോഗ്രാമുകളും നമുക്ക് പഠിക്കാനുണ്ട്. ആ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയ പ്രോഗ്രാമാണ്. അത് ഞാൻ ആമുഖമായി പറയാണ്. ഈ പദ്ധതികളാണ് നമ്മുടെ ദാരിദ്ര്യം, നാട്ടിലെ പട്ടിണിയും ഒക്കെ മാറുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഈ പദ്ധതികളുടെ പേരുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്തൊക്കെ പ്രോഗ്രാമുകളാണ് സർക്കാർ നടപ്പിലാക്കിയത്, അപ്പോൾ ആ പദ്ധതിയുടെ പേരുകൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഒന്നാമത്തെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. അതിലൊന്നാമത്താണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറക്കരുത് മക്കളെ, ഏതാണ്? റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറക്കല്ലേ, ഏതാടാ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് തൊഴിൽ നൽകുക. അതായത് ഗ്രാമങ്ങളിൽ എന്ത് നൽകുക? തൊഴിൽ കൊടുക്കുക. ഗ്രാമങ്ങളിൽ സ്വയം തൊഴിൽ നൽകുക. രണ്ടാമത്തെ പരിപാടി പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. മറക്കരുത്, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. അടുത്ത പ്രോഗ്രാം ഏതാണ്? പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. മറക്കല്ലേ മക്കളെ, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന. ഒന്നുകൂടെ പറയുന്നത്, ഒന്നാമത്തെ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, മൂന്നാമത്തത് സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന. മറക്കല്ലേടാ, സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന. അടുത്ത പ്രോഗ്രാം ഏതാണ്? സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സഹാരി റോസ്ഗാർ യോജന. അതേപോലെ എന്താണ്? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഭക്ഷ്യസുരക്ഷാ പദ്ധതികളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നത് കേട്ടോ. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. മറക്കല്ലേ, നാഷണൽ ഫുഡ് ഫോർ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക എന്നൊരു പരിപാടിയാണ് കേട്ടല്ലോ. യെസ്. അതുകൂടെ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. മറക്കല്ലേ, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. വേണേ നമുക്കിത് കോട്ട് ചെയ്ത് പിടിക്കാം. ഇതും നമുക്ക് ഒരുപാട് കോട്ട് ചെയ്ത് പിടിക്കാം അല്ലേ. ഇതും എല്ലാം റോസ്ഗാർ ആണ് അല്ലേ. റോസ്ഗാറിന്റെ പരിപാടിയാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, അതേപോലെ സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. പഠിക്കാമല്ലോ അത്രയും പോയിന്റ്. പിന്നെ ഇതും കൂടെ പഠിക്കുക. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. എല്ലാവർക്കും തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. ഭക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൂടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. നമുക്കറിയാമല്ലോ, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമങ്ങളിലെ എല്ലാവർക്കും എന്ത് കിട്ടുക? തൊഴിൽ കിട്ടുക എന്ന് വേണ്ടി നമ്മുടെ അമ്മമാരൊക്കെ അറിയാലോ, പോയി തൊഴിലെടുക്കുന്നു. അതിന് ഒരു നിശ്ചിത എമൗണ്ട് സർക്കാർ കൊടുക്കുന്നു അല്ലേ. അതാണെന്ത്? മഹാത്മാഗാന്ധി ഇതൊക്കെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മറക്കല്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇനി ബേസിക് അമ്യൂണിറ്റീസ്. മറ്റ് അടിസ്ഥാനപരമായി നമ്മൾ നൽകിയ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡി. ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്തു മോനെ? സബ്സിഡി നിരക്കിൽ കൊടുത്തു, വളരെ തുച്ഛമായ വിലയിൽ കൊടുത്തു. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ
ഹെൽത്ത്, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ഫെസിലിറ്റി എക്സെട്ര. അതായത് നല്ല വിദ്യാഭ്യാസം നൽകുക, നല്ല ആരോഗ്യം, നല്ല ഹോസ്പിറ്റലുകൾ കൊടുത്തു, വാട്ടറില് നമ്മുടെ കുടിവെള്ളം എല്ലായിടത്തും എത്തിക്കുക. അതേപോലെ മിഡ് ഡേ മീൽ സ്കീം അറിയാലോ, ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതി അല്ലയോ, സ്കൂളിൽ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതേപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്തു. പൊതുവിതരണ ശൃംഖല നമ്മുടെ റേഷൻ കടയിലിടാ, അതുവഴിയൊക്കെ എന്താണ് നല്ല വില കുറച്ച് അരിയും ഗോതമ്പും ഒക്കെ നൽകുന്ന പരിപാടി അത് ഇമ്പ്രൂവ് ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ ശൃംഖലയെ ഇമ്പ്രൂവ് ചെയ്തു. അതേപോലെ എന്താണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, എന്താണ് പെൻഷൻ കൊടുത്തു, ഇൻഷുറൻസ് സ്കീം ഇല്ലയോ, നമ്മുടെ രാജ്യം ഇല്ലയോ ബ്രിട്ടീഷുകാർ ഇട്ടിട്ട് പോയി രാജ്യം എന്താണ് ഒരു സൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ ഈ രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം പ്രോഗ്രാമുകൾ നമ്മുടെ ഭരണകർത്താക്കൾ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ. ഇത് മറക്കരുത്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമുകൾ ഏതൊക്കെയാ? പെൻഷൻ കൊടുത്തു ഇല്ലോ, അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എക്സെട്ര ഇതെല്ലാം കൊടുത്തില്ലേ നമ്മൾ? ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. എന്താണ് പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. മറക്കല്ലേ, ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പാണ് മക്കളെ. അതുപോലെ എന്താണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അറിയാമല്ലോ, എന്താണ് തൊഴിലുറപ്പ് പദ്ധതികൾ. അതേപോലെ എന്താണ് പ്രൊവൈഡ് ഫുഡ് കൊടുത്തു, സബ്സിഡി റേറ്റ് കൊടുത്തു, എഡ്യൂക്കേഷൻ, ഹെൽത്തും വാട്ടറും സാനിറ്റേഷനും കൊടുത്തു, മിഡ് ഡേ മീൽ എന്താണ് ഉച്ചഭക്ഷണം കൊടുത്തു. അതേപോലെ എന്താണ് പൊതുവിതരണ ശൃംഖല, ഇംപ്രൂവ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമുകൾ, പെൻഷൻ കൊടുത്തു, അതേപോലെ ഇൻഷുറൻസ് സ്കീം ഇതെല്ലാം കൊടുത്തു. മനസ്സിലായോ വൃത്തിയായിട്ട്? ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ.